ഏറെ ആവേശത്തോടെ ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുന്ന മത്സരമാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ മത്സരം. ഇന്ത്യ ഇപ്പോൾ ബോളിംഗ് തെരഞ്ഞെടുത്തിരിക്കുന്നു. ടോസ് നേടിയ പാകിസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തോടെ ഇന്ത്യക്ക് ബോളിംഗ് ആണ്. ആദ്യം ഇന്ത്യ ഫീൽഡ് ചെയ്യും. അനൂപ് ഷൺമുഖനുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി. അനൂപ്, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ജയം അനിവാര്യമാണ്. ടോസ് ഇപ്പോൾ അവർക്ക് അനുകൂലമായിരുന്നു. ഏത് രീതിയിലായിരിക്കും മത്സരം എന്നാണ് വിലയിരുത്തേണ്ടത്? സ്പിന്നർമാരെ തുണയ്ക്കുന്നതാകുമോ പിച്ച്? വിനിത, തീർച്ചയായിട്ടും ഈ ടോസ് നിർണായക ഘടകമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. ഈ മത്സരത്തിൽ പ്രത്യേകിച്ച് രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ പിച്ച് സ്ലോ ആവുകയും സ്പിന്നർമാർക്ക് കൂടുതൽ അനുകൂലമാവുകയും ഒക്കെ ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പാകിസ്ഥാൻ വിജയിച്ചിരിക്കുന്നത് നിർണായകമായ ഒരു ടോസ് തന്നെയാണെന്ന് പറയേണ്ടി വരും. പക്ഷേ സമീപകാലത്തെ പ്രകടനം കണക്കിലെടുത്താൽ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം തന്നെ ഈ മത്സരത്തിൽ അവകാശപ്പെടാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇന്ത്യ ശക്തമായിട്ട് തന്നെ മത്സരം പ്രകടനം ആവർത്തിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. ഇന്ത്യൻ ടീമിൽ യാതൊരുവിധ മാറ്റവുമില്ല. ബംഗ്ലാദേശിനെ തോൽപ്പിച്ച അതേ ടീമിനെ തന്നെ ഇന്ത്യ നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. പാകിസ്ഥാനാകട്ടെ നമ്മൾ പറഞ്ഞതുപോലെ ഈ മത്സരം തോറ്റു കഴിഞ്ഞാൽ പുറത്തേക്ക് എന്നുള്ളതാണ് അവരുടെ അവസ്ഥ. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ മത്സരം. ഇന്ത്യക്കാകട്ടെ ഈ മത്സരം ജയിച്ചാൽ സെമി ഫൈനൽ ഉറപ്പിക്കുകയും ചെയ്യാം തുടർച്ചയായിട്ടുള്ള രണ്ടാം വിജയത്തോടെ. അതാണ് നിലവിലെ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് ICC ടൂർണമെൻറ്റുകളെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം പാകിസ്ഥാൻ മേലുണ്ട്. വ്യക്തമായ ആധിപത്യം തന്നെയുണ്ട്. 8-4 എന്നതാണ് വിജയ മാർജിൻ എന്ന് പറയുന്നത്. 8 കളികൾ ഇന്ത്യ ജയിച്ചപ്പോൾ 4 മാത്രമാണ് പാകിസ്ഥാന് ജയിക്കാൻ കഴിഞ്ഞത്. പക്ഷേ അത് ആ 3 ജയങ്ങൾ ചാമ്പ്യൻസ് ട്രോഫിയിലാണ് എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ചും ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഘടകമാണ്. ഏറ്റവും ഒടുവിൽ അവർ ICC ടൂർണമെൻറ്റ് ലോകകപ്പുകൾ ഇന്ത്യയെ തോൽപ്പിച്ചിട്ടില്ല എന്നുള്ള ഒരു പതിവ് അവർ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഇഞ്ചോടിഞ്ച് ശക്തികളുടെ പോരാട്ടം എന്ന് പഴയ കാലത്ത് നമ്മൾ വ്യാഖ്യാനിച്ചിട്ടുള്ളതുപോലെ ഒരു തുല്യ ശക്തികളുടെ പോരാട്ടമായി തന്നെ നമ്മൾ വീണ്ടും കാണുകയാണ് ഈ മത്സരത്തെ. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ബാറ്റിംഗ് നിര ശക്തമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു. കഴിഞ്ഞ കളിയിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഗില്ലും ഒക്കെ പ്രതീക്ഷിച്ച മികവിലേക്ക് ഉയർന്നിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രകടനം ഇന്ത്യക്ക് ഇന്ന് കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. അതേസമയം പാകിസ്ഥാൻ ടീമിലാട്ടെ ഒരു മാറ്റം വന്നിരിക്കുന്നു. ഫക്കർ സമാന് പകരം ഇമാം ഉൽ ഹക്കിനെ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു മാറ്റവുമായി ഇന്ത്യയെ നേരിടാൻ പോകുന്നു. ഇതെങ്ങനെ കളിയെ ബാധിക്കും എന്നുള്ളതാണ് നമുക്കിനി അടുത്ത മണിക്കൂറുകൾ കാണാൻ പോകുന്നത്. 2:30 മത്സരം ആരംഭിക്കും. വിനിത, ശരി, ഏതായാലും ബാറ്റിംഗ് തിരഞ്ഞെടുത്തിരിക്കുകയാണ് ടോസ് നേടിയ പാകിസ്ഥാൻ. ഇന്ത്യക്ക് ആദ്യം ഫീൽഡിംഗ് ആണ്. ഏതായാലും ത്രില്ലിംഗ് പോരായിരിക്കും. ചാമ്പ്യൻസ് ട്രോഫിയിലെ ഏറ്റവും ഗ്ലാമർ പോരാട്ടങ്ങളിലൊന്നാണ് നടക്കാൻ പോകുന്നത്. പാകിസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുത്തുന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. നമുക്ക് കളി തുടങ്ങുന്ന മുറയ്ക്ക് അതിൻ്റെ അപ്ഡേറ്റുകളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വീണ്ടും അനൂപ് ഷൺമുഖൻ ചെയ്യും.